ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 20-ാം നൂറ്റാണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒട്ടനവധി നാഗരികതകൾക്കും അതുപോലെ തന്നെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്നു. ഈ ഒരു കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു റോൾഡ് ഡോൾ എന്ന് പറയുന്ന വ്യക്തി. റോൾഡ് ഡോളിനെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടിക്കഥകൾ എഴുതുന്ന വിഷയത്തിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ചിൽഡ്രൻ സ്റ്റോറി സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുട്ടിക്കഥകൾ എഴുതുന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു പുലിയായിരുന്നു. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് ഓഫ് 20th സെഞ്ച്വറി എന്ന പേരിലായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കഥയുടെ പേര് പാർസൺസ് പ്ലഷർ. പാർസൺസ് പ്ലഷർ എന്ന് പറയുന്ന കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. സിറിൽ വിന്നിംഗ്ടൺ ബോഗീസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ഇയാൾ ലണ്ടനിലെ ചെൽസിയിൽ ഒരു ചെറിയ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഒരു ചെറിയ ഫർണിച്ചർ ബിസിനസ്സായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. ഇയാളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് ആ വീടുകളിലൊക്കെ ഉള്ളതായ പുരാതന കാലഘട്ടങ്ങളിലെ ഫർണിച്ചറുകൾ ഇയാൾ വളരെ ചീപ്പായിട്ടുള്ള താണ വിലക്ക് വാങ്ങിയിട്ട് അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും ടോപ്പ് വിലക്ക് അത് മറച്ചു വെക്കുക. ഇതാണ് മൂപ്പരെ മെയിൻ പരിപാടി. ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരുപാട് വീടുകളിൽ ഇത്തരത്തിലുള്ള പുരാതന കാലഘട്ടങ്ങളിലുള്ള ഫർണിച്ചറുകൾ യാതൊരു ഉപയോഗവും കൂടാതെ പൊടി പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് ഇയാൾക്ക് അറിവ് ലഭിക്കുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ദിവസം ഇയാളുടെ അമ്മയുടെ വീട്ടിൽ നിന്നും യാത്ര പോകുന്ന ഒരവസരത്തിൽ ഇയാളുടെ കാറിൻ്റെ റേഡിയേറ്റർ ചൂടായി കാർ കേടായി. അപ്പോൾ കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇയാൾ ഒരു വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ ആ വീട്ടിൽ ഇയാൾ 15-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആം ചെയർ എന്നാണ് കഥയിൽ പറയുന്നത്. അതായത് 15-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതായ 2 ചെയറുകൾ ഇയാൾ കാണാനിടയായി. അപ്പോൾ ഒരു ഫർണിച്ചർ കടക്കാരനായതുകൊണ്ട് തന്നെ ഈ ഒരു ചെയറുകൾ കണ്ടപ്പോൾ ഇത് കുറച്ചു കാലം പഴക്കമുള്ളതാണെന്നും ഇത് മാർക്കറ്റ് വിലയിൽ മറച്ചു വിറ്റാൽ വിൻറ്റേജ് സാധനമായിരിക്കും, അപ്പോൾ മാർക്കറ്റ് വിലയിൽ പുരാതന സാധനങ്ങൾക്ക് നല്ല വില കിട്ടുമെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ വീട്ടിലെ സ്ത്രീയുമായിട്ട് ഇയാൾ ഈ ഫർണിച്ചറിന് വില പേശി വളരെ തുച്ഛമായ വിലയ്ക്ക് ആ 2 ഫർണിച്ചറുകളും ആ 2 കസേരകളും ഇയാൾക്ക് അടിച്ചു മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഫർണിച്ചറുകൾ ഇയാൾക്ക് മാർക്കറ്റ് വിലയിൽ നല്ല ഒരു ഉയർന്ന വിലക്ക് തന്നെ വിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സ്കീം ഇയാൾക്ക് ലഭിക്കുന്നത്. ഇനി മുതൽ ഫർണിച്ചർ കട ഉപേക്ഷിച്ച് ഈ ഒരു പരിപാടിക്ക് തിരിയാമെന്ന രീതിയിൽ അദ്ദേഹം ഇതിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ബോഗീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ രൂപം എങ്ങനെ അറിയോ? ഒരു ഹൈറ്റ് ഇല്ലാത്ത ഒരു സ്മോളായിട്ടുള്ള കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണ്. നല്ല തടിച്ചുരുണ്ട മുകളുള്ള ആളാണ്. അങ്ങനെ ഇയാളുടെ ഈ ഒരു ജോലി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ ജോലി തുടങ്ങണമെങ്കിൽ ഏത് വീട്ടിലേക്കും അദ്ദേഹത്തിന് നിഷ്പ്രയാസം കയറി ചെല്ലാൻ കഴിയണം. ഏതൊരു വീട്ടിലും അദ്ദേഹത്തിന് യാതൊരു മടിയും കൂടാതെ കയറി ചെല്ലാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി ഇയാൾ തിരഞ്ഞെടുക്കുന്ന രൂപമാണ് ഒരു പാഴ്സിയുടെ വേഷം കെട്ടുക എന്നുള്ളത്. പാഴ്സി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീസ്റ്റ്, പള്ളിയിലച്ചൻ എന്നൊക്കെ പറയാം. അങ്ങനെ മൂപ്പര് ഒരു പള്ളിയിലച്ചൻ്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ച് തലയിലൊരു കറുപ്പ് തൊപ്പിയും വെച്ച് ഇപ്പോൾ കണ്ട കറക്റ്റ് ഒരു പള്ളിയിലച്ചനാണ്. ഒരു പള്ളിയിലച്ചനാകുമ്പോൾ തന്നെ ഏത് വീട്ടിലേക്കും നിഷ്പ്രയാസം കയറി ചെല്ലാം. വീട്ടുകാർ സ്വാഗതം ചെയ്യേ ഉള്ളൂ, ഒരിക്കലും കയറണ്ടാന്നോ അങ്ങനെ മുടക്കായിട്ടൊന്നും പറയൂല. അങ്ങനെ പള്ളിയിലച്ചൻ്റെ വേഷം കെട്ടിയിട്ട് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും പുറത്തിറങ്ങും ഓരോ വീടുകളും നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഞായറാഴ്ചയും പുറത്തിറങ്ങിയിട്ട് തനിക്ക് ഇന്ന് കയറേണ്ട വീടുകളൊക്കെ കവർ ചെയ്യും. എന്നിട്ട് അങ്ങനെയുള്ള വീടുകളിലൊക്കെ കയറിയിട്ട് തനിക്ക് പറ്റിയതായ ഫർണിച്ചറുകൾ അവിടെ ഉണ്ടോ എന്നിങ്ങനെ മൂപ്പര് ചെക്ക് ചെയ്യും. അങ്ങനെ പണ്ടത്തെ ഫർണിച്ചറുകൾ കാണുകയാണെങ്കിൽ സ്പോട്ടിൽ ബാർഗെയിൻ ചെയ്തിട്ട് വില പേശിയിട്ട് കുറഞ്ഞ വിലക്ക് വാങ്ങുക. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ ഈ ബോഗീസ് പണക്കാരുടെ വീട്ടിലേക്ക് അങ്ങനെ ഓവറായിട്ട് കയറി ചെല്ലാറില്ല. പ്രധാനമായിട്ടും പാവപ്പെട്ട ആൾക്കാരെയാണ് നമ്മളെ ബോഗീസ് ഫോക്കസ് ചെയ്തിരുന്നത്. അതെന്താ അറിയോ? പ്രധാനമായിട്ടും പാവങ്ങളേക്കും പറ്റിക്കാൻ സുഖമാവുക. പൈസക്കാരാകുമ്പോൾ ലേശം അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരേക്കും പാവങ്ങളെ സുഖമായിട്ട് പറ്റിക്കാം. മാത്രമല്ല പാവങ്ങളെ വീട്ടിലാകുമ്പോൾ ഇത്തരത്തിലുള്ള പണ്ട് കാലത്തെയുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ഫർണിച്ചറിൻ്റെ ഓണർമാർക്ക് അറിയില്ല ഇത് പണ്ട് കാലങ്ങളിലുള്ളതാണ്, ഇതിന് നല്ല വില കിട്ടും മാർക്കറ്റിൽ നിന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഏതെങ്കിലും പൊടി പിടിച്ച് ഏതെങ്കിലും മൂലക്കലൊക്കെ ഇങ്ങനെ ഫർണിച്ചറുകൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെ ബോഗീസ് വാങ്ങുന്നു, മറിച്ച് വിൽക്കുന്നു. അപ്പോൾ ഓരോ വീട്ടിലേക്കും നമ്മുടെ ബോഗീസ് കയറി ചെല്ലുന്നത് എങ്ങനെയാണെന്നറിയോ? തനിക്കൊരു ആർട്ടിക്കിൾ എഴുതാനുണ്ട്, ആ ആർട്ടിക്കിളിന് വേണ്ടിയുള്ള ഡാറ്റ കളക്ഷനാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് കയറി ചെല്ലുക. ആർട്ടിക്കിളിന് വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നാണ് പറയാം. സൊസൈറ്റി ഫോർ ദ പ്രിസർവേഷൻ ഓഫ് റയർ ഫർണിച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് ദ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എനിക്ക് എഴുതണം.
അതിനു വേണ്ടിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബോഗീസ് ഓരോ വീട്ടിലേക്കും പള്ളിയിലച്ഛൻ്റെ വേഷം കെട്ടിയിട്ട് കയറി ചെല്ലുക. നമ്മുടെ ഈ ബോഗീസ് ഉണ്ടല്ലോ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. കണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്ന് വളരെയധികം വ്യക്തമായിട്ട് നല്ലൊരു ഐഡിയ ഉള്ള ആളാണ്. പണക്കാരുടെ മുമ്പിൽ ഓവർ മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെ പെരുമാറും. പാവപ്പെട്ടവരുടെ മുമ്പിലാണെങ്കിൽ ഒരു മാസ്റ്ററെ പോലെ പെരുമാറും. പിന്നെ വിധവകളുടെ മുമ്പിലാണെങ്കിൽ കുറച്ച് കുസൃതിക്കാരനായിട്ട് പെരുമാറും. അങ്ങനെ ഓരോരുത്തരുടെയും മുമ്പിൽ തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടതായ ആ രീതിയിൽ പെരുമാറാൻ ഇയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സിമ്പിളായിട്ട് പറ്റിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നു. നല്ല മധുരമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടും ആളുകളെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടും ഇയാൾ ഒരുപാട് പണം അങ്ങനെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബോഗീസ് തൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആദ്യം തന്നെ ചെന്നത് ഒരു വീട്ടിലേക്കാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ കുതിരകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്ത്രീയാണ്. മാത്രവുമല്ല ഒരു ആൻറ്റി സോഷ്യലിസ്റ്റ് കൺസെപ്റ്റുള്ള ഒരു സ്ത്രീയാണ്. സോഷ്യലിസത്തോട് വളരെയധികം വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് കുതിരകളെ സംരക്ഷിക്കേണ്ട വിധവും അതുപോലെ തന്നെ കുതിരകളെ വേട്ടയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ ഈ സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് വീട്ടിലേക്കൊക്കെ കയറി ചെല്ലാൻ വേണ്ടിയാണ് ഇയാൾ ശ്രമിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സ്ത്രീയിൽ നിന്നിട്ട് വേണ്ട റെസ്പോണ്ടൊന്നും നമ്മളെ ബോഗീസിന് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നടൻ എന്താക്കുകയാണ്, അവിടെ തിരിച്ചു പോരാണ്. അങ്ങനെ വേറൊരു വീട്ടിലേക്ക് കയറാണ്. ഈ വേറെ വീട്ടിൽ രണ്ടാമത്തെ കയറിയ വീട് എന്ന് പറഞ്ഞാൽ ആ വീട് ഒരു ഫാം ഹൗസ് ആയിരുന്നു. ആ ഫാം ഹൗസ് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. വീട്ടിനുള്ളിൽ ആരുമില്ലാന്ന് ഇയാൾക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ കയറണ്ട, തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇയാൾ തിരിച്ചു പോരാണ്. തിരിച്ചു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കാമെന്ന് തോന്നി. അങ്ങനെ അടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയപ്പോൾ അടുക്കള ഭാഗത്ത് 3 ആൾ കൂടി നിന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു രഹസ്യകാര്യം 3 ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ബോഗീസ് കാണുന്നത്. അപ്പോൾ ഈ 3 ആളുകൾ ആരൊക്കെ അറിയോ? ഒന്ന് റമ്മിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാം ഹൗസിൻ്റെ മുതലാളി റമ്മിൻസ്, ഈ മുതലാളിയുടെ മകൻ ബെർട്ട്, പിന്നെ 3ാമത്തെ ആൾ ഓല അയൽവാസി ക്ലൗഡ്. ഈ 3 ആൾക്കാരാണ് അവിടെ വർത്തമാനം പറഞ്ഞത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം അവർ 2 ആളും കൂടി, അതായത് റമ്മിൻസും ബെർട്ടും കൂടി ഒരു പന്നിനെ അറുത്ത് വെച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈ പന്നിയിറച്ചിയിൽ നിന്ന് വല്ലതും എനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്ലൗഡ് അവിടേക്ക് ചെന്നത്. അങ്ങനെ ഇവർ ഈ ഒരു പന്നിയെ അറുത്തതിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ചാണ്ട് നമ്മളെ ബോഗീസ് അടങ്ങനെ ഇവരെ സംസാരം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബോഗീസിനെ കണ്ടപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. ഈ 3 പേരും വിചാരിച്ചെന്താ പറയുക, ഗവൺമെൻറ്റിൽ നിന്നും തങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. അതായത് പന്നിനെ വില അറുത്തല്ലോ, അപ്പോൾ ഇത് ഇയാൾ അറിഞ്ഞ് ഇനി കേസാക്കും, ഇയാൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെന്ന് ഈ 3 പേരും തെറ്റിദ്ധരിച്ചു. അങ്ങനെ ബോഗീസ് ഓലടുത്തേക്ക് ചെന്ന് ഓലോട് സത്യസന്ധമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ബോഗീസ് പരിചയപ്പെടുത്താണ്, ഞാനെന്ന് പറഞ്ഞാൽ ഈ പുരാതന ഫർണിച്ചറുകളൊക്കെ ശേഖരിക്കുന്ന ആളാണ്. എനിക്ക് അതിൻ്റെ ഒരു കളക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ വീട്ടിലുണ്ടാവും ഇങ്ങനെ പുരാതന ഫർണിച്ചറുകൾ, പഴയ കാലത്തെ ഫർണിച്ചറുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഞാൻ പൈസ തന്ന് വാങ്ങുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തരാം എന്ന് ബോഗീസ് ഈ 3 ആൾക്കാരോട് പറയും. അപ്പോൾ ഇവർ പറയും, റമ്മീസും ബെർട്ടും പറയും, ഞങ്ങളുടെ ഈ ഒരു വീട്ടിൽ അത്തരത്തിലുള്ള ഫർണിച്ചറുകളൊന്നും ഇല്ല, നിങ്ങൾക്ക് പോകാം എന്നൊക്കെ പറയും. അപ്പോൾ ബോഗീസ് ഇവരെ വിടുന്ന മട്ടില്ല. ബോഗീസ് പറയും, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയായിട്ടാണ് ചില ഫർണിച്ചറുകൾ ഇത്തരത്തിലുള്ള പുരാതന സാധനങ്ങളേക്കും, പക്ഷേ നമുക്കത് പറയാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താനാവില്ല. ഞാൻ ഇതിനെപ്പറ്റി ഓവർ പഠിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, ഞാനൊന്ന് ജസ്റ്റ് കയറി കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ബോഗീസ് ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി ഫർണിച്ചർ ബോഗീസ് കണ്ട്. ഇത് കണ്ട് ബോഗീസ് ആകെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം എന്താ അറിയോ, ബോഗീസ് അവിടെ കണ്ടത് 18ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ ഒരു അടിപൊളിയായിട്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ഫർണിച്ചർ ഡിസൈനർ ഉണ്ടായിരുന്നു. അയാൾ നിർമ്മിച്ച ഒരു ഫർണിച്ചർ ആയിരുന്നു ആ വീടിനുള്ളിൽ അവിടെ ബോഗീസ് കണ്ടത്. അപ്പോൾ ഇയാൾക്കറിയാം അന്നത്തെ ആ കാലഘട്ടത്തിൽ 18ാം നൂറ്റാണ്ടിൽ ഈ ഒരു ഡിസൈനർ നിർമ്മിച്ച ഏകദേശം 3 പീസോ ഫർണിച്ചറോളം മാത്രമാണ് ഇന്ന് ബ്രിട്ടനിൽ നിലവിലുള്ളത് എന്ന് നമ്മുടെ ബോഗീസിനറിയാം. അതിലൊന്നാണ് ഇവിടെ ഈ വീട് കണ്ടത്. അപ്പോൾ ബോഗീസിന് ഉറപ്പാണ്, ഇത് ഞാൻ മറിച്ച് വിറ്റാൽ എനിക്ക് നല്ല പൈസ കിട്ടുമെന്ന് ബോഗീസിന് ഉറപ്പായി. കാരണം അത്രത്തോളം റയർ സാധനമാണത്. അപ്പോൾ ഈ ഒരു ഫർണിച്ചറിന് ഈ കഥയിൽ പറയുന്ന പേര് ഒരു കമ്മോഡ് എന്നുള്ളതാണ്. കമ്മോഡ് പറയുമ്പോൾ ചരക്ക് എന്നുള്ള അർത്ഥത്തിലാവാം ഒരു കമ്മോഡ്. എന്നാൽ ഈ ഒരു കമ്മോഡായ ഈ ഒരു ഫർണിച്ചർ അറിയപ്പെടുന്നത്, ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് 18ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ഡിസൈനറുടെ പേരിലാണ് ഈ ഒരു കമ്മോഡ് നിലവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബോഗീസ് ചിന്തിക്കുകയാണ്, ഞാൻ ഈ കമ്മോഡെങ്ങാൻ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ ഇത് എൻ്റെ അധീനതയിലാകും, ഇതിൻ്റെ എല്ലാ കൺട്രോളും എൻ്റെ അടുത്താവും. അപ്പോൾ ഈ കമ്മോഡ് പിന്നെ അറിയപ്പെടുന്നത് എൻ്റെ പേരിലായിരിക്കും, ബോഗീസ് കമ്മോഡ് എന്നായിരിക്കും ഇത് അറിയപ്പെടുക.
ബ്രിട്ടനിലെ തന്നെ നിലവിൽ ഈ ഒരു 3 പീസ് മാത്രമാണ് ഈ ഒരു കമ്മോഡിൻ്റെ 3 പീസ് മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് വിചാരിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട അത്രയ്ക്ക് വിലക്ക് അത്രയ്ക്ക് ഹൈപ്പിൽ ഈ സാധനം ലേലത്തിൽ വിൽക്കാൻ കഴിയുമെന്ന് ബോഗീസ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ അറിയപ്പെട്ട ബില്യണറായിട്ട് എനിക്ക് മാറാമെന്നും വളരെ പൈസക്കാരനായിട്ട് എനിക്ക് വായാമെന്നുമൊക്കെ ബോഗീസ് ഇങ്ങനെ കണക്ക് കൂട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ബോഗീസ് ഇവരോട് എന്നിട്ട് പറയുകയാണ്, എനിക്കൊരു കോഫി ടേബിളുണ്ട്, ആ കോഫി ടേബിളിൻ്റെ കാലൊന്ന് ജസ്റ്റ് മാറ്റണം. അപ്പോൾ ഈ ഒരു ഫർണിച്ചറിൻ്റെ കാല് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫർണിച്ചറിൻ്റെ കാല് മാത്രം എനിക്ക് എൻ്റെ കോഫി ടേബിളിലേക്ക് കയറ്റാൻ വേണ്ടി എനിക്ക് ആവശ്യമുണ്ട്. അല്ലാണ്ട് ഈ ഒരു ഫർണിച്ചറിന് വലിയ പ്രശസ്തിയൊന്നും ഞാൻ കാണുന്നില്ല, അത്രത്തോളം വിലയുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കാല് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ 4 കാലുകൾ എനിക്ക് വേണം. അപ്പോൾ എനിക്ക് കാലൊന്നും ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫർണിച്ചർ നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ ഫർണിച്ചർ എനിക്ക് വിൽക്കുമോ എന്ന് ബോഗീസ് അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഓക്കെ വിൽക്കാലോ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തലയാട്ടാണ്. പിന്നെ കുറച്ച് സമയത്തൂടി നമ്മളെ ബോഗീസ് ഈ ഫർണിച്ചറിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് ഫർണിച്ചറിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഫർണിച്ചറിൻ്റെ കുറച്ച് സ്ക്രൂകൾ, അതിന്മേൽ ഫിറ്റ് ചെയ്യപ്പെട്ട കുറച്ച് സ്ക്രൂകൾ നമ്മളെ ബോഗീസിൻ്റെ കാഴ്ചപ്പെടുന്നത്. അപ്പോൾ നമ്മളെ ബോഗീസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തൻ്റെ കീശയിൽ ഈ ഫർണിച്ചറുമായി ബന്ധപ്പെട്ട ടൂൾസും കാര്യങ്ങളൊക്കെ കീശയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ബോഗീസിനുണ്ട്. അപ്പോൾ മാത്രമല്ല കുറച്ച് പുതിയ സ്ക്രൂകൾ നമ്മുടെ ബോഗീസിൻ്റെ കീശയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കാണാതെ ആ സ്ക്രൂകൾ ഒരു 4 സ്ക്രൂ എല്ലാം കയ്യിലെടുക്കുകയാണ്. അതിൻ്റെ കൂടെ കീശയിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഈ ഫർണിച്ചർ വന്ന് സ്ക്രൂകളൊക്കെ ഇങ്ങനെ അയച്ചു മാറ്റിയിട്ട് ആ ഫർണിച്ചർമത്തെ സ്ക്രൂകളൊക്കെ കയ്യിലെടുത്തിട്ട് ഈ ബെർക്കിനും റമ്മീസിനും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്ക്രൂകൾ ഇങ്ങനെ കയ്യിലെടുത്താണ്ട് റമ്മീസിനോടും ബെർക്കിനോടും നമ്മുടെ ബോഗീസ് ഈ സ്ക്രൂകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇത് ഈ കാലഘട്ടത്തിലുള്ളതാണ്, അതാണ്, ഇതാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടുകയാണ്. ഇവരാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് നോക്കാമിന ഓരോ ഇൽമ എന്നുള്ള നിലയ്ക്ക് എല്ലാതും തൊള്ളിയും തുറന്നിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അന്തം വിട്ട് മുഴുവനും കേട്ടിട്ട് ഇവൻ്റെ സംസാരത്തിന് ഫുള്ള് മര്യാദയോടെ ഇങ്ങനെ തലയാട്ടി കൊടുക്കുകയാണ്. ഈ 2 മണ്ടന്മാരും എല്ലാം വിശ്വസിക്കുമെന്ന് ബോഗീസിന് മനസ്സിലായി. അങ്ങനെ ബോഗീസ് വളരെയധികം ഹാപ്പിയായി. അതിനുശേഷം ബോഗീസ് ഈ സ്ക്രൂകൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെ തിരിച്ചു വെക്കുകയാണ്. പക്ഷേ തിരിച്ചു വെക്കുമ്പോൾ പഴയ സ്ക്രൂകളൊക്കെ ബോഗീസ് ഇവർ കാണാതെ സ്വന്തം കീശയിലേക്ക് മെല്ലെ ചാമ്പുകയാണ്. സ്വന്തം കീശയിലേക്ക് ഇട്ടിട്ട് നേരത്തെ എടുത്ത 4 പുതിയ സ്ക്രൂകൾ ഉണ്ടല്ലോ കീശയിൽ നിന്ന്, അത് വല്ല ഈ ഫർണിച്ചർമേൽ ഫിറ്റ് ചെയ്യാണ്. അതൊന്നും ഇവരറിയണില്ല കേട്ടോ, ഇവരൊരു മണ്ടന്മാർ. അപ്പോഴാണ് നമ്മളെ റമ്മീസ് ബോഗീസിനോട് പറയുന്നത്, എൻ്റെ മകൻ ബെർക്കുണ്ടല്ലോ, ഈ ഒരു ഫർണിച്ചർമെന്ന് എൻ്റെ മകൻ ബർക്കിന് ഒരു മഞ്ഞ കാർഡ് കിട്ടിയിട്ടുണ്ടേനി, ആ കാർഡ് അവൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും, അവനോട് നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറയാണ്. അങ്ങനെ ബെർക്കിനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ബെർക്ക് പറയാണ് ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബെർക്ക് ഓടിപ്പോയിട്ട് ആ കാർഡ് എടുത്ത് കൊണ്ടുവരികയാണ്. ആ കാർഡ് ബോഗീസ് നോക്കി, ആ കാർഡ് കണ്ടപ്പോൾ ബോഗീസ് ഞെട്ടിപ്പോയി. കാരണം എന്താ അറിയോ, ആ കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫർണിച്ചറിൻ്റെ അതിൻ്റെ ഒറിജിനാലിറ്റി സർട്ടിഫിക്കറ്റാണ്, ഒറിജിനാലിറ്റി കാർഡാണ്, അതിൻ്റെ ഒറിജിനാലിറ്റിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ ഇത് അത്രത്തോളം ജെന്യൂനാണ്, അത്രത്തോളം ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ്, ഇത്രത്തോളം എന്താ പറയുക റെയർ ആയിട്ടുള്ള പീസാണെന്ന് ബോഗീസിന് ഇങ്ങനെ മനസ്സിലായി. ബോഗീസിൻ്റെ ഉള്ളിലാണെങ്കിൽ ആവേശം ഇങ്ങനെ അല്ല തല്ലുകയാണ്, സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ മൂപ്പർക്ക്. പക്ഷേ മൂപ്പർ അതൊന്നും മുഖത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കാരണം ഇവരറിയുമല്ലോ. ബോഗീസ് ഇവരോട് പറഞ്ഞ് ഇത് സാധാരണ വെറും ഒരു കാർഡാണ്, അത്ര വാല്യൂ ഒന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി വിടും. ബോഗീസ് ഇവരോട് പറയുകയാണ്, എനിക്ക് ആകെ ഈ ഒരു ഫർണിച്ചർ കൊണ്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 കാല് കിട്ടിയാൽ എൻ്റെ ഒരു കോഫി ടേബിൾ ഉണ്ട്, ആ ടേബിൾ മേലെ ഈ കാലൊന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ഫർണിച്ചറിൻ്റെ ഭാഗങ്ങൾ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, ഞാനത് വിറകാക്കാനാണ് ഉപയോഗിക്കുന്നത്, വെറുതെ കുത്തിപ്പൊളിച്ച് വിറകാക്കാനാണ് ഉപയോഗിക്കുന്നത്, അത്രത്തോളം വില ഇല്ലാത്ത സാധനമാണിത്, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഈ ഫർണിച്ചർ മൊത്തമായിട്ട് നിങ്ങളിൽ നിന്ന് വാങ്ങാമെന്ന് പറയാം. ഇവരാണെങ്കിൽ ആയിക്കോട്ടെ, വിചാരിച്ച വില കിട്ടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് തരാമെന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ബോഗീസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് പാറ്റിന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാറ്റിന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി, ഒന്ന് ഈ ഫർണിച്ചറിനോട് അടുത്ത് നിൽക്കി, എന്നിട്ട് ഈ ഫർണിച്ചറിൻ്റെ ഈ മരത്തിലൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കി, നിങ്ങൾക്ക് ചൂടാണോ തണുപ്പാണോ അനുഭവപ്പെടുന്നതെന്ന് ബോഗീസ് ഇവരോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇവന്മാർ രണ്ടാളും ഫർണിച്ചറിൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫർണിച്ചർ തൊട്ട് നോക്കി. എന്നിട്ട് ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് തണുപ്പാണ് തോന്നുന്നത്, ഫർണിച്ചർ നല്ല തണുപ്പുണ്ടല്ലോ. അപ്പോൾ ബോഗീസ് പറയുകയാണ്, അതെന്താണെന്നറിയോ, ഈ ഫർണിച്ചറിന്മേൽ കൂട്ടിയിട്ടുള്ള പാറ്റിന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് പ്യുവർ, ഇതിന്മേൽ കൂട്ടിയിട്ടുള്ള പാറ്റിന ഫേക്കാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, ഒറിജിനൽ സാധനമല്ല കൂട്ടിയിട്ടുള്ളത്. ഒറിജിനൽ ആണെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ തൊട്ടാലും നിങ്ങൾക്കൊരു ചൂട് അനുഭവപ്പെടും. കാരണം അത് ഈ പാറ്റിന എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സ്വഭാവമാണ്, അത് ഏതൊരു ഫർണിച്ചറിൽ കൂട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ചൂട് എപ്പോഴും അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ബോഗീസ് ഇങ്ങനെ തള്ളി മറിക്കുക. ഇവരാണെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് ശരിയാലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബോഗീസ് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്കത് തരൂലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബലി പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ച പൈസ കിട്ടിയാൽ ഞങ്ങൾ ഈ സാധനം ഈ ഫർണിച്ചർ നിങ്ങൾക്ക് തരാം.
അപ്പം ബോഗീസ് ഇവരോട് വില പേശാണ്. ബോഗീസ് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു 10 പൗണ്ട് തരാം, ഒരു 10 പൗണ്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ ഒരു കമ്മോട് എനിക്ക് തരണം. അപ്പോൾ ഇവർ പറയുകയാണ്, 10 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോയില്ലേ, ഒരു 50 പൗണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളിത് വിൽക്കുള്ളൂ. അപ്പോൾ 50 പൗണ്ട് എന്ന് കേട്ടപ്പോൾ ബോഗീസ് ഇവരോട് ഇങ്ങനെ എന്താ പറയുക, ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി, വില പേശാൻ തുടങ്ങി. വില പേശി അവസാനം 20 പൗണ്ട് മേൽ ഇവരെ കച്ചവടം ഉറപ്പിച്ച്. അങ്ങനെ അവിടുന്ന് തന്നെ ഇവർ ഈ ഒരു കമ്മോട് ബോഗീസിന് വിറ്റ്. ബോഗീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം മറിച്ച് ലേലത്തിന് വിൽക്കുകയാണെങ്കിൽ എത്രയോ കോടിക്കണക്കിന് വരുമാനം ഇതിമെന്നുണ്ടാക്കും. അപ്പം വെറും 20 പൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും തുച്ഛം മാത്രം. ബോഗീസ് ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കച്ചവടമൊക്കെ ഉറപ്പിച്ച് ബോഗീസ് ഇവരോട് പറയാണ്, ഞാൻ എൻ്റെ കാറ് കുറച്ചപ്പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ട് ആ കാർ എടുത്തിട്ട് വരാം, ഈ സാധനം കയറ്റി കൊണ്ടുപോകണമല്ലോ, കാർ എടുത്തിട്ട് ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ ബോഗീസ് കാർ എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഏകദേശം കാറിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഇവരുടെ ദൃഷ്ടിയിൽ നിന്നും ബോഗീസ് മറഞ്ഞെന്ന് ബോഗീസ് മനസ്സിലായപ്പോൾ ബോഗീസ് അവിടെ നിന്ന് തുള്ളിച്ചാടുക, ആവേശം കൊണ്ട് തുള്ളിച്ചാടാണ്, തുല്ലസിക്കാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. അത്രത്തോളം സന്തോഷമാണ് ബോഗീസിൻ്റെ മനസ്സിലുള്ളത്. കാരണം താനിപ്പോൾ യൂറോപ്പ് മൊത്തം അറിയപ്പെടുന്ന ഒരു പണക്കാരനാവാൻ പോവാം. ഈ ഒരു സമയത്ത് നമ്മൾ റമ്മീസിനൊരു സംശയം, സാധാരണ ഈ പായസിമാരൊക്കെ വരല് സാധാരണ ഒരു ചെറിയ കാറിലാണല്ലോ. ഇപ്പോൾ നമ്മുടെ ബോഗീസും പറഞ്ഞത് കാറാണെന്നാണ്. ഒരു കാറിൽ ഫർണിച്ചർ കൊള്ളുമോ? ഈ ഒരു ഫർണിച്ചർ ആ കാറിൽ കയറ്റാൻ കഴിയുമോ? അതെങ്ങനെ കയറ്റുക? ആ ഒരു സമയത്ത് നമ്മളെ ബെർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ബെർക്ക് പറയാണ്, ഏതായാലും നമ്മുടെ ഈ ബോഗീസിന് ഇതിൻ്റെ 4 കാല് മാത്രം മതിയല്ലോ, നമുക്ക് ഈ കാലങ്ങട് മുറിച്ചാളാം, കാലങ്ങട് മുറിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ സുഖമായിരിക്കും. അപ്പോൾ റമ്മിൻസ് ബെർക്കിനോട് പറയാണ്, അത് നല്ലൊരു ഐഡിയ ആണ്, എന്നാൽ നീ വേഗം പോയിട്ട് കട്ടർ മെഷീൻ എടുത്തുകൊണ്ട് വാ. അപ്പോൾ ബെർക്ക് കട്ടർ മെഷീൻ എടുക്കാൻ വേണ്ടി വീടിനകത്തേക്ക് ഓടി. അങ്ങനെ കട്ടർ മെഷീൻ എടുത്തു വന്നു. എന്നിട്ട് ഇവർ അത്രത്തോളം വില വരുന്ന ആ ഒരു ഫർണിച്ചറിൻ്റെ 4 കാലും അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ്, കാല് മുറിച്ചിട്ട് 4 കാലും ഒരു മൂലക്കെല്ലാം കട്ടിവെച്ച്. അങ്ങനെ ഈ ഒരു കമ്മോഡിൻ്റെ കാല് മുറിച്ച്. അപ്പോൾ ബെർക്കിന് അടുത്ത സംശയം. ബെർക്ക് ചോദിക്കുകയാണ്, കാലിനി കാറ് കയറ്റി കൊണ്ടുപോകാം, സുഖമായിട്ട് കൊണ്ടുപോകാം, പക്ഷേ ഈ ബാക്കിയുള്ള ഫർണിച്ചറിൻ്റെ ബാക്കി ഭാഗമോ? ഇതും അയാൾ വാങ്ങിയത് തന്നെയാണല്ലോ, ഇതെങ്ങനെ അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയും? കാരണം ഇത് കുറച്ച് വലിയ ഫർണിച്ചറാണല്ലോ, ഒരു കാറിലെങ്ങനെ ഇതൊക്കെ കൊള്ളുക? അപ്പോൾ ഈ ഒരു സമയത്ത് റമ്മിൻസ് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ബെർക്ക് ചോദിച്ചു, എന്താ ഐഡിയ? അപ്പോൾ റമ്മിൻസ് പറയുകയാണ്, ഏതായാലും നമ്മുടെ ബോഗീസ് എന്താ പറഞ്ഞത്, അയാൾക്ക് കാല് മാത്രം മതി, ബാക്കിയുള്ള ഭാഗം അയാൾക്ക് കൊത്തിപ്പൊളിച്ച് വിറകാക്കാനുള്ളതാണ്, വെട്ടിപ്പൊളിച്ച് വിറകാക്കാനുള്ളതാണ്. നമുക്കെന്നാൽ ഇത് ഇവിടെ ഇട്ടാണ്ട് വിറകാക്കി കൊടുക്കാം, എന്നാൽ പിന്നെ വിറക് കെട്ടിയിട്ട് കാറ് കയറ്റി കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ബെർക്ക് പറയും, നല്ല ഐഡിയ, എന്നാൽ പിന്നെ അതന്നെ ആക്കാം. അങ്ങനെ ബെർക്ക് വീടിൻ്റെ അകത്തേക്ക് ഓടിപ്പോയിട്ട് ഒരു മഴ വെറ്റി വരികയാണ്, ഒരു കോടാലി കൊണ്ടുവന്ന്. അങ്ങനെ ആ കോടാലി കൊണ്ട് ഇവർ പണി തുടങ്ങി. അത്രത്തോളം വില വരുന്ന, ഇത്രത്തോളം റയറായിട്ടുള്ള ഈ ഒരു കമ്മോടുണ്ടല്ലോ, ഈ ഒരു ചരക്ക്, ഈ ഒരു ഫർണിച്ചർ ഇവർ അവിടെ ഇട്ട് വെട്ടിപ്പൊളിച്ച് നല്ല ബിരിയാണി ഉണ്ടാക്കാൻ പാകത്തിനുള്ള വിറകാക്കി മാറ്റി. അങ്ങനെ ഇവരെ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുഴങ്ങി ബോഗീസ് വരുന്നതും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ബോഗീസ് തൻ്റെ കാറായിട്ട് ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടപ്പോൾ ഇവർ ഒരു ഡയലോഗ് പറയാണ്, വി ആർ ജസ്റ്റ് ഇൻ ടൈം, ഹിയർ ഹി കംസ്. ഈ ഒരു ഡയലോഗ് ഇവർ പറയാണ്. ഈ ഒരു ഡയലോഗോടെ ഈ ഒരു കഥ അവിടെ തീരുകയാണ്. അതോടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ നമ്മുടെ ബോഗീസിൻ്റെ ആ ഒരു സ്വപ്ന കൊട്ടാരം വെറും ചീട്ട് കൊട്ടാരമായിട്ട് തകർന്നടിയാണ്. ആ ഒരു ഫർണിച്ചറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടായി ബോഗീസിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളോ ബോഗീസിൻ്റെ സങ്കടങ്ങൾ എത്രത്തോളം ഉണ്ടെന്നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഥ ഏതായാലും ഇവിടെ തീർന്ന്. ഈ ഒരു കഥ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.